അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഞാൻ അബ്ദുള്ള മുസ്ലിയാർ മണ്ണാർക്കാട്. പ്രിയമുള്ളവരെ, ഞാൻ വിവിധ വിഷയങ്ങളിലായി പല ഓഡിയോ ക്ലിപ്പുകളും ഇറക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് മറ്റൊരു വിഷയമായി സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ഖുർആനിൽ ഉള്ള ആയത്തുകളാണ്. ഈ ഖുർആനുൽ ആയത്തിന് വളരെയധികം മഹത്വങ്ങളുണ്ട്. അപ്പോൾ ഖുർആനിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ഇത് ഏറെ പ്രയോജനപ്രദമാണ്. ഖുർആൻ ഫോളോ ചെയ്യുന്ന, ശരീഅത്ത് പിന്തുടരുന്ന ആളുകൾക്ക്, ഹറാമുകൾ ചെയ്യാത്ത ആളുകൾക്ക് ഈ ആയത്തുകൾ ഓതിപ്പോരുകയാണെങ്കിൽ വളരെയധികം ഫലമുണ്ട്, ഫലവത്താണ് എന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ കൺദൃഷ്ടി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? കണ്ണേറ് തട്ടി പ്രയാസപ്പെടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഓതേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ നമ്മൾ ഈ ദിക്ർ ഉരുവിടുകയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായും കൺദൃഷ്ടിയിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്. കൺദൃഷ്ടി നിങ്ങൾക്ക് ഒരിക്കലും കൺദൃഷ്ടി തട്ടുകയില്ല. തട്ടിയവർക്ക്, അതുകൊണ്ടുള്ള ഉപദ്രവം അനുഭവപ്പെട്ടവർക്ക് തീർച്ചയായും അത് സുഖം ലഭിക്കുന്നതാണ്. പിന്നെ രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ ഒരായത്തേതാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇത് ഖുർആനിലെ മറ്റൊരായത്താണ്. ഇത് പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ജിന്നിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന്, പൈശാചിക ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ശൈത്താനീയത്തിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇത് രാവിലെയും വൈകുന്നേരവും ചൊല്ലി വരികയാണെങ്കിൽ തീർച്ചയായും ശൈത്താൻ്റെ എല്ലാ ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ ഒരായത്ത്, വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഈ ആയത്ത് നിങ്ങൾ നിരന്തരമായി ഉരുവിടുകയാണെങ്കിൽ, അത് ചൊല്ലി വരികയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലി വരികയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണ്? മനുഷ്യന്മാരുടെ ശല്യം, അതേപോലെ തന്നെ ആളുകളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. അതിന് നിങ്ങൾ ചൊല്ലി വരേണ്ടത് ഔഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലി വരികയാണെങ്കിൽ വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ എൻ്റെ കാര്യങ്ങളെല്ലാം, പ്രയാസങ്ങളെല്ലാം നീങ്ങും, എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങും എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഇത് രാവിലെയും വൈകുന്നേരവും ഓതിയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവുന്ന മുഷിപ്പ്, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ ഉണ്ട്. അതിന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഈമാനോടുകൂടെ, അതേപോലെ തന്നെ ഇഖ്ലാസോടുകൂടെ നിങ്ങൾ ശരീഅത്ത് ഫോളോ ചെയ്തുകൊണ്ട് ചൊല്ലി വരികയാണെങ്കിൽ തീർച്ചയായും
നിങ്ങൾക്ക് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷയുണ്ടാകുന്നതാണ്. ഇത് ഖുർആനിൽ വന്ന ദിക്റാണ്. ഇത് എന്ന് ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.